ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പുതിയ ഫോണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കോറൽ ഡ്രോയിൽ ഫോണ്ട് ഉണ്ടാക്കാനുള്ള കുറച്ച് ലെറ്റേഴ്സ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ഇപ്പോൾ ഫോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫോണ്ട് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് ഹൈലോജിക് ഫോണ്ട് ക്രിയേറ്റർ. ഞാനിതിൻ്റെ ഒരു പോർട്ടബിൾ വെർഷനാണ് ഉപയോഗിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ആസ്കി ഫോണ്ടോ അല്ലെങ്കിൽ യൂണിക്കോഡ് ഫോണ്ടോ ഏത് ഫോണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു യൂണിക്കോഡ് ഫോണ്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു യൂണിക്കോഡ് ഫോണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഈ ഫോണ്ട് ഫയലിനകത്ത് എല്ലാ ക്യാരക്ടറും നിലവിലുണ്ട്. നമ്മളിനി പുതിയതായിട്ട് നമ്മൾ വരച്ച ഓരോ ക്യാരക്ടറും ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടറുമായിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ആദ്യമായിട്ട് നമുക്ക് ആ എന്ന അക്ഷരത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ ഈ ക്യാരക്ടറിൻ്റെ രണ്ട് സൈഡിലും അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള റെഡ് ലൈൻസുകളാണ് തൊട്ടടുത്ത ക്യാരക്ടറുമായിട്ടുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ താഴെയുള്ള റെഡ് ലൈനാണ് ഇതിൻ്റെ ബേസ് ലൈൻ. അതായത് നമ്മുടെ ലെറ്ററുകളെല്ലാം ഈ ബേസ് ലൈനിൽ നിന്ന് മുകളിലേക്കാണ് വരുന്നത്. നമുക്ക് ഈ ക്യാരക്ടർ മാറ്റിയിട്ട് പുതിയൊരു ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ ക്യാരക്ടർ ഫുള്ള് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ക്യാരക്ടർ നമുക്ക് അവിടെ പോയിട്ട് കോപ്പി കൊടുക്കാം. തിരിച്ച് നമുക്ക് ഫോണ്ട് ക്രിയേറ്ററിൻ്റെ വിൻഡോയിൽ വന്നിട്ട് കൺട്രോൾ V പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഈ ക്യാരക്ടർ പ്ലേസ് ആയിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ റെഡ് ലൈനിലും താഴത്തെ റെഡ് ലൈനിലും ടച്ച് ചെയ്താണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലേക്ക് ക്യാരക്ടർ കുറച്ച് നീക്കി വെക്കണം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ റെഡ് ലൈന് നമുക്ക് ക്യാരക്ടർ കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് സ്പേസ് കിട്ടാൻ പാകത്തിന് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നീക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത അക്ഷരം ഇതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ആ എന്നുള്ള അക്ഷരത്തിൻ്റെ ഒരു വാല് താഴേക്ക് നീണ്ടു നിൽക്കുന്നതുകൊണ്ട് ലെറ്റർ കുറച്ച് പൊങ്ങിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസ് ലൈനിലേക്ക് ഈ ലെറ്റർ കുറച്ച് താത്തി വയ്ക്കണം. ഇപ്പോൾ നമ്മളിവിടെ ആ എന്നുള്ള അക്ഷരവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അക്ഷരങ്ങളും സെറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ക്യാരക്ടറുകൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയലൊന്ന് സേവ് ചെയ്ത് വെക്കണം. ഞാനിവിടെ MLU മലയാളം ന്യൂ എന്നൊരു പേര് കൊടുത്തത് സേവ് ചെയ്യണം. ഇനി നമുക്ക് ഇപ്പോൾ ചെയ്ത് സെറ്റാക്കിയ ഫോണ്ടിന് പുതിയൊരു പേര് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെനുവിൽ ഫോണ്ടിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഇതിൽ ഫോണ്ട് ഫാമിലി എന്നുള്ളടുത്ത് നമുക്ക് ഫോണ്ടിൻ്റെ പേര് കൊടുക്കാം. ഞാൻ ഇവിടെ MLU മലയാളം ന്യൂ എന്ന് തന്നെ ഇതിന് പേര് കൊടുക്കും. ഇനി ഈ ഫോണ്ട് ഫയൽ എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് ഫയലിൽ എക്സ്പോർട്ട് ഫോണ്ടിൻ്റെ അകത്ത് എക്സ്പോർട്ട് ട്രൂ ടൈപ്പ് ആർ ഓപ്പൺ ടൈപ്പ് ഫോണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക.
ഞാനിപ്പോൾ ഇവിടെ ഈ ഫോണ്ട് ഡെസ്ക്ടോപ്പിലേക്കാണ് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഉണ്ടാക്കിയ ഫോണ്ട് വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.